കാർഷികവും വാണിജ്യവും വ്യവസായവും ഐടിയും നിലകൊള്ളുന്ന സമ്മിശ്രമായൊരു നാടാണ് കൊരട്ടി. കൊരട്ടി പഞ്ചായത്തിലെ 19 വാർഡടങ്ങുന്ന ഒരു പ്രദേശത്ത് സമസ്ത ജനവിഭാഗങ്ങളെയും സ്വാധീനിച്ച ഒരു സാമ്പത്തിക സ്ഥാപനത്തിന്റെ പേരാണ് കൊരട്ടി സർവീസ് സഹകരണ ബാങ്ക്. ക്ലിപ്തം നമ്പർ 590. ഈ ബാങ്ക് രൂപീകരിക്കുന്നത് 1947 ഫെബ്രുവരി 6-നാണ്. അന്ന് ഇന്നത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ബ്രാഞ്ച് അത് മാത്രമാണ് ഹെഡ് ഓഫീസും ബ്രാഞ്ചായിട്ടുള്ളത്, മറ്റൊന്നും തന്നെ ഇല്ലായിരുന്നു. സഹകരണ രംഗത്തെ മികവിനാൽ സംസ്ഥാനത്ത് തന്നെ മാതൃകാ സ്ഥാപനമായി മാറി. ഓഡിറ്റ് ക്ലാസിഫിക്കേഷനിൽ എ ആയ സംസ്ഥാനത്തെ ചുരുക്കം ബാങ്കുകളിൽ ഒന്നാണ് കൊരട്ടി സർവീസ് സഹകരണ ബാങ്ക്. 75 വർഷം പിന്നിട്ട ബാങ്ക് നിലവിൽ 23,183 അംഗങ്ങളുമായി 5 ബ്രാഞ്ചുകളിലായി തല ഉയർത്തി നിൽക്കുന്നു. 2007 മുതൽ ബാങ്കിന്റെ അംഗങ്ങൾക്ക് തുടർച്ചയായി ലാഭവിഹിതം നൽകി വരുന്നുണ്ട്. നോട്ട് നിരോധനമായും കോവിഡ്-19 സാമ്പത്തിക പ്രയാസത്തിലായിരുന്നിട്ടും 2022-2023 വർഷത്തിൽ 1,35,00,000 ലാഭത്തിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. പ്രവർത്തന മൂലധനം 312 കോടിയിൽ കൂടുതലും 274 കോടി രൂപ നിക്ഷേപവും 253 കോടി രൂപ വായ്പാ ബാക്കിയുമുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 72 കോടി രൂപ മറ്റു സ്ഥാപനങ്ങളിൽ നിക്ഷേപവുമുണ്ട്. 8.26 കോടി രൂപ ഓഹരി മൂലധനവും ഈ ബാങ്കിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മുൻവർഷ ലാഭങ്ങളിൽ നിന്ന് 10 കോടി രൂപ വിവിധ റിസർവുകളിലായി മാറ്റിവെച്ചിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പൊതുജനങ്ങൾക്കാകെ പ്രയോജനകരമായ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നുണ്ട് ഈ ബാങ്ക്. വളരെ കുറഞ്ഞ നിരക്കിൽ ടെസ്റ്റുകൾ നടത്തുന്ന നീതി ഡയഗ്നോസ്റ്റിക് സെന്റർ, നീതി ഓപ്റ്റിക്കൽസ്, 16% മുതൽ കിഴിവുകൾ കൊടുക്കുന്ന 3 നീതി മെഡിക്കൽ സെന്ററുകൾ, കർഷകരെ സഹായിക്കാനായി 2 വളം ഡിപ്പോകൾ, നിത്യോപയോഗ സാധനങ്ങൾ ന്യായവിലയിൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നീതി കൺസ്യൂമർ സ്റ്റോർ, കൂടാതെ കർഷകരിൽ നിന്നും നേരിട്ട് ശേഖരിച്ച് വിപണനം ചെയ്യുന്ന നാടൻ പച്ചക്കറി സ്റ്റാൾ, ഗ്രാമീണ മാർക്കറ്റ്, നീതി നഴ്സറി അഗ്രോ സർവീസ് സെന്റർ എന്നിവയും ആരംഭിച്ചിട്ടുണ്ട്. ബാങ്ക് 2 പുതിയ പ്രോജക്റ്റുകൾക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. കേരള ബാങ്കിൻ്റെയും നബാർഡിൻ്റെയും ധനസഹായത്തോടുകൂടി ഈ 2 പ്രൊജക്റ്റുകളും പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിലൊന്ന് കൊരട്ടി മാർട്ട് എന്ന ഒരു പ്രോജക്റ്റാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ് മത്സ്യധൻ എന്ന പ്രോജക്റ്റ്. മത്സ്യ കർഷകരുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കി നല്ല മത്സ്യം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ബാങ്കിന് ആവശ്യമായ വൈദ്യുതി സോളാറിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച് ബാക്കി വരുന്ന 20 കിലോവാട്ട് KSEB ഗ്രിഡിലേക്ക് നൽകി വരുന്നു ബാങ്ക്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, KSRTC പെൻഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ പരാതിക്കിടവരാതെ നടപ്പിലാക്കി വരുന്നുണ്ട് കൊരട്ടി സർവീസ് സഹകരണ ബാങ്ക്. വിശപ്പ് രഹിത കേരളം എന്ന സർക്കാർ പദ്ധതിക്ക് പിന്തുണയുമായി കൊരട്ടി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രാതൽ എന്ന പദ്ധതി നടപ്പിലാക്കി വരുന്നു. കൊരട്ടി പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 40ഓളം കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകി വരുന്നു. കാർഷിക മേഖലയിൽ സ്വാഭാവിക ഒഴുക്ക് നിലനിർത്താൻ ഇനിയും ഒഴുകട്ടെ എന്ന പദ്ധതി നടപ്പിലാക്കിയത് ഈ ബാങ്കിന്റെ നേതൃത്വത്തിലാണ്. സാമൂഹ്യമായ ഇടപെടലുകൾ കൊണ്ട് സമസ്ത ജനവിഭാഗങ്ങൾക്കും സഹായകമാകുന്ന രീതിയിൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ കരുത്തും കരുതലുമായി സംസ്ഥാനത്ത് ഏറെ ശ്രദ്ധിക്കുന്ന തരത്തിൽ കൊരട്ടി സർവീസ് സഹകരണ ബാങ്ക് തല ഉയർത്തി നിൽക്കുന്നുണ്ട്. കരുത്തും കരുതലുമായി കൊരട്ടി സർവീസ് സഹകരണ ബാങ്ക്.